CSR ഫണ്ട് തട്ടിപ്പിൽ തിരുവനന്തപുരം പ്രസ് ക്ലബ് സെക്രട്ടറി എം രാധാകൃഷ്ണനെതിരെ മുഖ്യമന്ത്രിക്ക് പരാതി. പ്രസ് ക്ലബ് മുൻ സെക്രട്ടറി KN സാനുവാണ് പരാതി നൽകിയത്. കരാറിൽ ഏർപ്പെട്ടത് രാധാകൃഷ്ണന്റെ പ്രത്യേക താൽപര്യപ്രകാരമാണെന്നും തട്ടിപ്പാണെന്ന് അറിഞ്ഞിട്ടും കരാർ റദ്ദാക്കാൻ തയ്യാറായില്ലെന്നും പരാതിയിൽ പറയുന്നു. അതേസമയം തനിക്കെതിരെ ഉയർന്ന വാർത്ത അടിസ്ഥാനരഹിതമാണെന്നും താൻ ഒരു തട്ടിപ്പിനും കൂട്ടുനിന്നിട്ടില്ലെന്നും പ്രസ് ക്ലബ് സെക്രട്ടറി എം രാധാകൃഷ്ണൻ പറഞ്ഞു. തിരുവനന്തപുരം പ്രസ് ക്ലബിലെ വനിതാ അംഗങ്ങൾക്കും മറ്റ് അംഗങ്ങളുടെ ഭാര്യമാർ, അമ്മ, സഹോദരി എന്നിവർക്കും പകുതി വിലയ്ക്ക് ഇരുചക്രവാഹനങ്ങൾ വിതരണം ചെയ്യുന്ന പദ്ധതിക്ക് അനന്തു കൃഷ്ണനുമായി 2024 മാർച്ച് 20 തീയതിയാണ് പ്രസ് ക്ലബ് ഉടമ്പടി ഒപ്പിട്ടത്. ഈ പദ്ധതിയോടൊപ്പം ലാപ്ടോപ്പ്, തയ്യൽ മെഷീൻ തുടങ്ങിയവയും പകുതി വിലയ്ക്ക് വിതരണം ചെയ്യുമെന്ന് അനന്തു കൃഷ്ണൻ വാഗ്ദാനം തന്നിരുന്നതായി അന്നത്തെ സെക്രട്ടറിയായിരുന്ന KN സാനു പരാതിയിൽ പറയുന്നു. അനന്തു കൃഷ്ണനെതിരെ നിരവധി പരാതികൾ സംസ്ഥാനത്ത് നിലനിൽക്കുന്നതായി ശ്രദ്ധയിൽപ്പെട്ടതിനാൽ മാധ്യമപ്രവർത്തകരിൽ നിന്നും പണം പിരിച്ച് തട്ടിപ്പുകാരനായ അനന്തു കൃഷ്ണന് കൈമാറാൻ സെക്രട്ടറി എന്ന നിലയിൽ താൻ തയ്യാറായില്ല. ഈ പദ്ധതി സംബന്ധിച്ച് പ്രാഥമിക ചർച്ചകൾ പോലും പൂർത്തിയാക്കുന്നതിന് മുൻപ് 2024 ജനുവരി 26-ന് ലാപ്ടോപ്പ് വിതരണം ചെയ്തുകൊണ്ട് പദ്ധതി ഉദ്ഘാടനം ചെയ്യാൻ അന്നത്തെ പ്രസ് ക്ലബ് പ്രസിഡന്റായിരുന്ന എം രാധാകൃഷ്ണൻ പ്രത്യേക താൽപര്യമെടുത്തുവെന്നും ഇതിൽ പ്രതിഷേധം രേഖപ്പെടുത്തി താൻ വേദിയിൽ നിന്ന് ഇറങ്ങിപ്പോയെന്നും സാനു പരാതിയിൽ പറയുന്നു. പദ്ധതി സംബന്ധിച്ച് മുഴുവൻ വ്യക്തതയും ഉണ്ടാകാതെ ഉദ്ഘാടനം ചെയ്യരുതെന്ന് സെക്രട്ടറി എന്ന നിലയിൽ താൻ കർശന നിലപാടെടുത്തിട്ടും തട്ടിപ്പുകാരനായ ആനന്ദകൃഷ്ണന് മാധ്യമപ്രവർത്തകർക്കിടയിൽ സ്വീകാര്യത നേടിക്കൊടുക്കാനായി ഈ ഉദ്ഘാടനം നടത്തുകയായിരുന്നുവെന്നും പരാതിയിൽ ആരോപിക്കുന്നു. മാനേജിംഗ് കമ്മിറ്റി തീരുമാനമെടുത്ത് ചുമതലപ്പെടുത്തിയത് പ്രകാരം 2024 മാർച്ച് 10-ന് അനന്തു കൃഷ്ണനുമായി സെക്രട്ടറി എന്ന നിലയിൽ ഉടമ്പടിയിൽ ഒപ്പുവയ്ക്കാൻ ഞാൻ നിർബന്ധിതനായി എന്നും പരാതിയിൽ പറയുന്നു. പുതിയ ഭരണസമിതി ചുമതലയേറ്റ ശേഷം കൂടിയ ചില യോഗങ്ങളിൽ ഈ കരാറിൽ നിന്നും പിൻവാങ്ങാനുള്ള തീരുമാനം കൈക്കൊള്ളണമെന്ന് താൻ ഉൾപ്പെടെയുള്ള ഭരണസമിതി അംഗങ്ങൾ ആവശ്യപ്പെട്ടിട്ടും അതിന് സാധിക്കില്ലെന്ന രാധാകൃഷ്ണന്റെ മറുപടി സംശയങ്ങൾക്ക് ഇട നൽകുന്നതാണെന്നും പരാതിയിൽ ആരോപിക്കുന്നു. ഈ സാഹചര്യത്തിൽ പ്രസ് ക്ലബ് അംഗങ്ങളെ വഞ്ചിച്ച് പണം തട്ടിയെടുക്കാൻ നടന്ന ആസൂത്രിത ശ്രമങ്ങളെക്കുറിച്ച് വിശദമായ അന്വേഷണം വേണമെന്നാണ് മുഖ്യമന്ത്രിക്ക് നൽകിയ പരാതിയിൽ KN സാനു ആവശ്യപ്പെടുന്നത്. കൈരളി ന്യൂസ്, തിരുവനന്തപുരം.